ഞാനിന്ന് എൻ്റെ ലഞ്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് പ്രിപ്പയർ ചെയ്ത് ഞാൻ ബോക്സിലാക്കി വയ്ക്കുമ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് റെഡിയായിട്ട് കഴിക്കാനായിട്ട് വന്നിരിക്കും. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫുഡ് ഇന്നത്തെ. എന്താണെന്നറിയാമോ? കപ്പയും മട്ടൻ്റെ ലിവറും. കണ്ടോ? കപ്പയും മട്ടൻ്റെ ലിവറും. ഇത് കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ബട്ട് എനിക്ക് കഴിക്കാൻ തോന്നി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കപ്പയും മട്ടൻ്റെ ലിവറുമാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം ബാൽക്കണിയിലാണ് കേട്ടോ. റൂമിനകത്ത് ഇരുന്ന് കഴിക്കാൻ, ബട്ട് അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം സ്മെല്ല് റൂമിനകത്ത് എന്നെ സ്റ്റേ ചെയ്യും. അത് കാരണം എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ബാൽക്കണി വന്നിരിക്കുന്നത്. പിന്നെ റൂമിലാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, അപ്പോൾ ഫുഡും തണുത്ത് പോകും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ബാൽക്കണിയിലാകുമ്പോഴത്തേക്കും അങ്ങനെ ചൂടും അധികം ഇതാവത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ലിവർ ഞാൻ നാട്ടിൽ നിന്ന് ലിവർ വേണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അതിനിവിടെ വന്നപ്പോഴത്തേക്കും മാർക്കറ്റിൽ മട്ടൻ്റെ ലിവർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ലിവർ കിട്ടും, മട്ടൻ്റെ ലിവർ കിട്ടും, ചിക്കൻ്റെ ലിവർ. ഇനി എനിക്ക് ചിക്കൻ്റെ ലിവർ ഒന്ന് ട്രൈ ചെയ്യണം. ഇത് മട്ടൻ്റെ ലിവറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ പറഞ്ഞു. വളരെ കുക്കായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. മട്ടൻ മസാല മീറ്റ് മസാല വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ പൗഡർ യൂസ് ചെയ്യുക. ഞാനതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൗഡർ, പിന്നെ വേണമെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും ഇട്ടിട്ട് ബെറ്റർ മീറ്റ് മസാല യൂസ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോഴത്തേക്കും കാര്യം പെട്ടെന്ന് കഴിയും. അതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. മട്ടൻ്റെ ലിവർ വാങ്ങിയിട്ട് അതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓയിലിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് വരട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഓണിയനും കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും, ഇത്ര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ എരിവ് കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മുളകും കൂടി ഇടാം, പച്ചമുളകും കൂടി ഇടാം. ഉപ്പ് എനിക്ക് തോന്നുന്നു ഉപ്പ് ശകലം എനിക്ക് കുറഞ്ഞു പോയി. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ വെളുത്തുള്ളി ഇടാൻ മറക്കരുത്. വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടോ. ഞാനൊരു ശകലം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളി ഇട്ടു. ഒരു വലിയ വെളുത്തുള്ളിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ മട്ടനിലെ ലിവർ ഭയങ്കര വേവില്ല, ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മട്ടൻ്റെ ലിവറിന് അധികം വേവില്ല. സോ നിങ്ങൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ പോലെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മട്ടൻ്റെ ലിവർ നല്ല ഹെൽത്തി ഫുഡാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി അടുത്ത് ഞാൻ ചിക്കൻ്റെ ലിവർ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയുമായിട്ട് വരാം. അതുകൊണ്ട്